Hi, Namaste, welcome back viewers, welcome back to my channel Big Trader. പകൽ ചെയ്യാൻ ട്രേഡിൽ സമയമില്ലാത്തവർക്ക് ഈവനിങ്ങിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് സിൽവറിൻ്റേത്. അതായത് സിൽവറിൽ മൈക്രോയിൽ, മിനി, മെഗാ നമുക്കങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. അപ്പം മൈക്രോയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണ്ട, നമുക്ക് നല്ല റിട്ടേൺസ് നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ സിൽവറിൻ്റെ മൈക്രോയിൽ സ്കാൽപ്പിങ്ങിൽ വന്ന, അതായത് സ്കാൽപ്പിങ്ങിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം, പെട്ടെന്ന് പ്രോഫിറ്റ് എടുത്ത് എങ്ങനെ മാറാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ സ്ട്രാറ്റജിയിൽ കാണിക്കുന്നത്. ഇതിൽ സ്കാൽപ്പിങ്ങിൽ നമുക്ക് പ്രോഫിറ്റ് വരുന്ന പോലെ റിസ്ക്കും ഉണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ സിഗ്നൽ അവോയ്ഡ് ചെയ്യാം, ഇതിൽ എങ്ങനെ ഒരു പെർഫെക്റ്റായി ട്രേഡ് എടുക്കാൻ പറ്റും, ഏത് സിഗ്നലാണ് ആക്യുറസി ഉള്ളതെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്നാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സിൽവർ മൈക്രോയുടെ ഇന്നത്തെ ചാർട്ടാണ്. ഇതിൽ നമുക്ക് 15 മിനിറ്റ്സ് ആണ് മെയിനായിട്ട് വെക്കേണ്ടത്. ഇപ്പോൾ സിൽവർ നോക്കിയാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബൈതിനെ പൊയ്ക്കൊണ്ടിരിക്കാനായിട്ട് 3 ദിവസമായിട്ട് ബൈതിനെ കയറുവാണ്. നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് 30 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബൈ കണ്ടിന്യൂഷൻ ഒരു 1500 പോയിന്റുള്ളിൽ ഇപ്പോൾ അപ് ട്രെൻഡിൽ കയറി നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് സ്കാൽപ്പിങ്ങിൽ ഒരു 655 പോയിന്റ്സോളം നമുക്ക് ബൈ ട്രേഡ് കയറിയിട്ടുണ്ട്. നല്ല ട്രേഡായിരുന്നു. അപ്പോൾ സ്കാൽപ്പിങ്ങിൽ ഇന്ന് നമുക്ക് 5 മിനിറ്റ്സ് ആണ് സ്കാൽപ്പിങ്ങിൽ വെക്കേണ്ടത്. 3 സിഗ്നൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രാവിലെ ഒരു ബൈ, പിന്നെ ഒരു സെല്ല്, പിന്നെ ബൈ. ഗ്യാപ്പിൽ കയറി ഓപ്പൺ ആയ ശേഷം തിരിച്ച് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ തിരിച്ച് ഡൗൺ ഇറങ്ങിയിട്ടാണ് പിന്നെ നമുക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ റെഡ് കളർ സെല്ലും ഗ്രീൻ കളർ ബൈയും ആണ്. അപ്പോൾ സിഗ്നൽ നമുക്ക് തരുന്ന സമയത്ത് നമുക്ക് കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. അത് നല്ല ബ്രേക്ക് ഔട്ടാണ്, നമുക്ക് റെസിസ്റ്റൻസിൻ്റെ സ്ട്രോങ്നെസ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ സിഗ്നൽ വന്നു, ഇവിടെ താഴെ ഓൾറെഡി കൺഫർമേഷൻ ബാർ നമുക്ക് ആക്ച്വലി ഉണ്ട്. അപ്പോൾ സിഗ്നൽ വന്നാൽ നമുക്ക് അലേർട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ മെസ്സേജ് അലേർട്ടായിട്ട് കിട്ടും. അതേപോലെ ഡീറ്റെയിൽസ് നമുക്ക് മുകളിലും താഴെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ലേറ്റസ്റ്റ് സിഗ്നൽ ബൈ സിഗ്നൽ വന്നിരിക്കുന്നത് നമുക്ക് 11:20 എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ ഓൾറെഡി താഴെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആയിരുന്നു, ക്യാൻഡിൽ കളറും ഗ്രീൻ ആയിട്ടുണ്ട്. അവിടുന്ന് റെസിസ്റ്റൻസ് തിക്കായിട്ട് നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് നല്ല കയറി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി സ്ട്രോങ് ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ അതായത് സ്മോൾ ബ്രേക്ക് ഔട്ട് അല്ല. അപ്പോൾ ചില സിഗ്നലുകൾ സ്ട്രോങ്, ഇപ്പോൾ ഇവിടെ കണ്ടു സ്ട്രോങ് ബ്രേക്ക് ഔട്ടാണ്. അവിടുന്ന് റെസിസ്റ്റൻസിൻ്റെ ലെവൽ കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് ആ സ്ട്രോങ് ബ്രേക്ക് ഔട്ടാണ്. അവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കും. ഇപ്പോൾ സ്കാൽപ്പിങ്ങിലെ പുറകിലത്തെ പെർഫോമൻസ് കാണിച്ചു തരാം. അപ്പോൾ മിക്കവാറും പ്രോഫിറ്റ് വരുന്ന സ്റ്റോക്കാണ്, അല്ല പ്രോഫിറ്റ് വരുന്ന ഇതാണ് സിൽവറിൽ. ഇപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുത്തു, തിക്കായിട്ട് നല്ല സ്ട്രോങ് ആണ്, നല്ല ബ്രേക്ക് ഔട്ട് പോകും. നല്ല ബ്രേക്ക് ഔട്ട് പോകാത്തതാണ് നമുക്ക് അവിടെ നിന്നൊരു ട്രേഡ്, അതായത് റിവേഴ്സ് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ നമുക്ക് അവിടെ നല്ല ട്രേഡ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നല്ല റെസിസ്റ്റൻസ് നല്ല രീതി ബ്രേക്ക് ചെയ്ത് നല്ല രീതി ഹൈക്ക് പോയി, നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ 93,054 തന്നെ എടുക്കാമായിരുന്നു. അത് നമ്മൾ ഇവിടം വരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഇവിടുന്നാണ് മാർക്കറ്റ് തിരിച്ചിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ നമുക്ക് ഇവിടുന്ന് ഒന്ന് ചെറുതായിട്ട് ഇറങ്ങുമ്പോൾ കട്ട് പോർഷൻ എക്സിറ്റ് ചെയ്താലും നമുക്ക് 93,733 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല റിട്ടേൺസ് ആയിരുന്നു. അവിടുന്ന് മാർക്കറ്റ് തിരിച്ചിറങ്ങി പിന്നെ കുറേ നേരം കൺസോൾട്ടേഷൻ ആയിട്ട് ഇപ്പോൾ മാർക്കറ്റ് ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് പിന്നെ പോയിട്ടില്ല. ഓക്കെ, 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ് മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു കൺഫർമേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കണ്ട. ഇപ്പോൾ ഒരു ഡൗണിഷ് ഇറങ്ങി കൺഫേം ആകത്തില്ലെങ്കിൽ ആ ട്രേഡ് റിവേഴ്സ് അടിക്കാനാണ്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ ഒരു നമുക്ക് ലോസ് നമുക്ക് ഒരുപാട് പോകാതെ ലോസിലേക്ക് നമുക്ക് കൂടുതൽ പോകുന്നതിന് മുമ്പ് എക്സിറ്റ് ചെയ്യാൻ പറ്റും, ഫേക്ക് അപ്പ് ഡൗൺസ് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ഈ ലേറ്റസ്റ്റ് സ്ട്രാറ്റജി കുറച്ചുകൂടെ നമുക്ക് സാധാ ഒരു ചാർട്ട് അനാലിസിസ് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ലൈവിൽ പെർഫോമൻസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.